നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നീതിക്കായി സത്യഗ്രഹം. ജിഷ്ണു കേസിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് നാദാപുരത്ത് UDF സത്യഗ്രഹം. നീതി നിഷേധിക്കുന്നവരുടെ താൽപര്യമാണ് പിണറായി സർക്കാരിന്റേത് എന്ന് VM സുധീരൻ. ജിഷ്ണുവിന്റെ വീട്ടിൽ പോകാൻ മുഖ്യമന്ത്രി മടിക്കുന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് സുധീരൻ. ഇപ്പോഴുള്ളത് വിദ്യാർത്ഥിയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമെന്ന് വിശ്വസിക്കേണ്ട സാഹചര്യം. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം. അമ്മയ്ക്ക് ജോലി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും KPCC അധ്യക്ഷൻ. അതേസമയം ഇന്നെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ നാളെ മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരമെന്ന് ജിഷ്ണുവിന്റെ അമ്മ മഹിജ. പ്രതികളെ പിടികൂടി ജയിലിൽ അടച്ച ശേഷം മുഖ്യമന്ത്രി വീട് സന്ദർശിക്കുന്നതാണ് നല്ലതെന്നും ബന്ധുക്കളുടെ പ്രതികരണം. പ്രതിഷേധം തുടങ്ങി പ്രതിപക്ഷം. നടിയെ ആക്രമിച്ച സംഭവത്തിലെ സർക്കാർ നിലപാടിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രി വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ത്രീകൾക്കെതിരായ അക്രമം തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല. സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലെത്തിയ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് നിഷേധാത്മകമെന്നും വിമർശനം. നടിയെ ആക്രമിച്ച കേസിൽ അട്ടിമറി ഉണ്ടെന്ന് ആരോപിച്ച് സഭയിൽ PT തോമസിന്റെ അടിയന്തര പ്രമേയം. സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെയും കോടിയേരിയുടെയും പ്രസ്താവനകൾ ശരിയായില്ല. പ്രതികൾ എത്ര പ്രബലരായാലും പിടിതെറിയണമെന്നും MLA. എന്നാൽ കേസിൽ പോലീസ് ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുവെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. പറഞ്ഞു തീരാത്ത മറുപടി. RSSന് എതിരെ രൂക്ഷ വിമർശനവുമായി നിയമസഭയിൽ മുഖ്യമന്ത്രി. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. K. സുരേന്ദ്രന്റെ വിവാദ പ്രസംഗത്തിൽ നിയമ നടപടിക്കും ആലോചന. ചില കാര്യങ്ങളിൽ കുമ്മനത്തിനും സുധീരനും ഒരേ ശബ്ദമെന്നും മുഖ്യന്റെ പരിഹാസം. RSSന്റെ ഭീഷണി CPMനോട് വിലപ്പോകില്ല. അതിനെ കാണുന്നത് കാലില്ലാത്ത ആൾ ചവിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് പോലെ. പിണറായിയുടെ വിമർശനം കൊലയ്ക്ക് കൊലയും അടിക്ക് അടിയുമെന്ന K. സുരേന്ദ്രന്റെ മംഗലാപുരം പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ. ആരാധനാലയങ്ങളിലെ ആയുധ പരിശീലനം തടയാൻ നിയമനിർമ്മാണം നടത്തുമെന്നും പ്രഖ്യാപനം. അതേസമയം ഇന്ത്യയെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്നത് വർഗീയതയാണെന്ന പിണറായിയുടെ പ്രസ്താവന ചരിത്ര നിന്ദയെന്ന് കുമ്മനം രാജശേഖരൻ. ഭാരതത്തിന്റെ ചരിത്രം അറിയില്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര ചരിത്രമെങ്കിലും പഠിക്കാൻ ശ്രമിക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഓസ്കർ വേദി കീഴടക്കി ലാ ലാ ലാൻഡ്. 89ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി അമേരിക്കൻ ചിത്രം ലാ ലാ ലാൻഡ്. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി സിനിമ ഒരുക്കിയ ഡേമിയൻ ഷെസൽ മികച്ച സംവിധായകൻ. ചിത്രത്തിൽ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ച എമ്മ സ്റ്റോണിന് മികച്ച നടിക്കുള്ള പുരസ്കാരം. അമേരിക്കൻ ചിത്രം മാഞ്ചസ്റ്റർ ബൈ ദി സീയിലെ പ്രകടനത്തിന് Casey Affleckന് മികച്ച നടനുള്ള പുരസ്കാരം. മികച്ച ചിത്രം മൂൺലൈറ്റ്. മികച്ച സംവിധായകനും നടിയും ഉൾപ്പെടെ ലാ ലാ ലാൻഡ് സ്വന്തമാക്കിയത് 6 ഓസ്കറുകൾ. സംഗീതം, ഗാനം, പ്രൊഡക്ഷൻ ഡിസൈൻ, ഛായാഗ്രഹണം എന്നിവയ്ക്കാണ് മറ്റ് അവാർഡുകൾ. ബാരി ജെൻകിൻസ് സംവിധാനം ചെയ്ത അമേരിക്കൻ ചിത്രം മൂൺലൈറ്റിന് 2 ഓസ്കർ. മികച്ച സഹനടൻ മഹർഷല അലി, നടി വിയോള ഡേവിസ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.